ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് ലൈനിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയൽ. ഇത് മെയിൻ ക്ലോത്തുമാണ്. മെയിൻ ക്ലോത്തിലാണ് ഞാനിപ്പോൾ അളവുകൾ മാർക്ക് ചെയ്യുന്നത്. പാൻറ്റിൻ്റെ അടിയിലായിട്ട് പോട്ട്ലി ബട്ടൺസും കൊടുക്കുന്നുണ്ട്. 40 ഇഞ്ച് ഹിപ്പ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ പാൻറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടാണ് അളവുകൾ മാർക്ക് ചെയ്യുന്നത്. ക്ലോത്തിനെ രണ്ട് ലെയറായിട്ട് മടക്കിയിടുക. ക്ലോത്തിനെ ഫോൾഡ് ചെയ്തതിന് ശേഷം മുകളിൽ നിന്ന് താഴേക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയിട്ടാണിത്. ഫ്രണ്ട് പോർഷനിൽ നാടയാണ് കൊടുക്കുന്നത്, ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക്കുമായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം പാൻറ്റിൻ്റെ ലെന്ത് മാർക്ക് ചെയ്യാം. 39 ഇഞ്ചാണ് ഞാനിവിടെ ലെന്ത് എടുക്കുന്നത്. ലെന്ത് മാർക്ക് ചെയ്യാം. ലെന്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. അതിനുശേഷം പാൻറ്റിൻ്റെ അടി മടക്കി അടിക്കാനായിട്ട് ഒരു 3 ഇഞ്ചും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം അവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. ഇനി ഹിപ്പ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. 12.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതായത് നമ്മുടെ ഹിപ്പിൻ്റെ സൈസ് എത്രയാണോ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുക. ഇവിടെ എനിക്ക് 12.5 ഇഞ്ചാണ് കിട്ടുന്നത്. 12.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇനി താഴേക്ക് ഒരു 13 ഇഞ്ചും മാർക്ക് ചെയ്യാം. ഇതും സെയിം മെഷർമെൻറ്റ് തന്നെ. 40യെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 3 ഇഞ്ച് സീം അലവൻസും ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് വരച്ചെടുക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. വരച്ചതിന് ശേഷം ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു എൽ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം കർവ് വരച്ചെടുക്കുക. വരച്ചെടുത്തു. ഇനി ഈ പോയിൻറ്റും ബോർഡറുള്ള പോയിൻറ്റും തമ്മിലുള്ള മെഷർമെൻറ്റ്സ് അളന്നെടുക്കുക. ഇവിടെ 15 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ പകുതി എടുക്കുക. അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഈ പോയിൻറ്റും ബോർഡറുള്ള പോയിൻറ്റും തമ്മിലുള്ള മെഷർമെൻറ്റ്സാണ് നമ്മളെടുത്തത്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 7.5 ഇഞ്ച് കിട്ടും. ആ 7.5 ഇഞ്ച് തന്നെ താഴെയും മാർക്ക് ചെയ്യുക. ബോർഡറിൽ നിന്ന് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക പാൻറ്റിൻ്റെ അടിയിലും. ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം ആ പോയിൻറ്റിൽ നിന്ന് 2 സൈഡിലേക്കും 3.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഈ 2 പോയിൻറ്റ്സും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഒരു സൈഡ് ജോയിൻ ചെയ്തെടുത്തു. ഇനി അതേപോലെ തന്നെ അടുത്ത സൈഡ് കൂടെ ചെയ്തെടുക്കാം. ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനുള്ള മാർക്കിംഗ് എല്ലാം ചെയ്ത് കട്ട് ചെയ്തെടുത്തു. ഇനി അതിന് ശേഷം ബാക്കിയുള്ള ക്ലോത്ത് എടുക്കുക. ക്ലോത്ത് എടുത്തതിന് ശേഷം ഫ്രണ്ട് പോർഷനിൽ കട്ട് ചെയ്ത് വെച്ച ക്ലോത്ത് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. മുകളിലേക്ക് ലെവൽ ചെയ്ത് ഇട്ടതിന് ശേഷം കുറച്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ബെൽറ്റിനുള്ള മാർക്ക് ചെയ്ത പോർഷനും ക്രോച്ചിൻ്റെ പോർഷനും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചെടുത്തു. ഇനി
ഒരു 2.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ബെൽറ്റിന് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം ഫ്രണ്ട് പോർഷനിൽ ചെയ്ത പോലെ തന്നെ ഒരു കർവ് ഷേപ്പിൽ വരച്ചെടുക്കുക. വരച്ചെടുത്തു. ഇനി താഴെ മിഡിൽ പോർഷനിലായിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം പാൻറ്റിൻ്റെ അടിയിലായിട്ട് ഒരു 1 ഇഞ്ചും മാർക്ക് ചെയ്ത് ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ജോയിൻ ചെയ്തെടുത്തു. അതിനുശേഷം ഇതിൻ്റെ ക്രോച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സെയിം മെഷർമെൻറ്റ് തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും ക്രോച്ച് ഒന്ന് ലെവലാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഫ്രണ്ട് പോർഷനിലേക്ക് ബാക്ക് പോർഷൻ ഇതേപോലെ ചരിച്ച് വെച്ച് നോക്കുക. എനിക്കിപ്പോൾ ഇവിടെ ബാക്ക് പോർഷനിൽ കുറച്ച് പോർഷൻ എക്സ്ട്രാ ആയിട്ട് നിൽപ്പുണ്ട്. അതൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരേ ലെവലിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിനെയും 2 ലെയറായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം ഫ്രണ്ട് പോർഷന് കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്ലോത്ത് വെച്ച് സെയിം മെഷർമെൻറ്റ് തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്ക് പോർഷനും ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഫ്രണ്ട് പോർഷനാണ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ്റെ 2 പീസ് മെയിൻ ക്ലോത്തും 2 പീസ് ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്തിനെ ഇതേ രീതിയിൽ ഇട്ടതിന് ശേഷം ഇത് നല്ല സൈഡാണ്. ഇതിൻ്റെ ഉൾവശത്തേക്ക് ലൈനിങ് വെച്ച് കൊടുക്കുക. ക്രോച്ച് 2ഉം ഒരേ പൊസിഷനിലാക്കി വെച്ച് ഒന്ന് പിൻ ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത സൈഡും ചെയ്തെടുക്കുക. അങ്ങനെ പിൻ ചെയ്തെടുത്തതിന് ശേഷം ഇനി ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക.
ലൈനിങ് അറ്റാച്ച് ചെയ്തു. അതിനുശേഷം ഫ്രണ്ട് പോർഷൻ രണ്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ക്രോച്ചിൻ്റെ സൈഡാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. രണ്ടിൻ്റെയും നല്ല സൈഡ് ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചതിന് ശേഷം ക്രോച്ച് വരെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. അറ്റാച്ച് ചെയ്തെടുക്കുമ്പോൾ ഫ്രണ്ട് പോർഷനിൽ നാട കടത്തി വിടാനുള്ള സ്ഥലം ഒഴിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി പോർഷൻസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ആ ഹോളിൽ കൂടെ തന്നെ നാട കടത്തി വിട്ട് രണ്ട് സൈഡിലും വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നാട അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നാടയെ കൊള്ളാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ബാക്ക് പോർഷൻ എടുക്കുക. ബാക്ക് പോർഷന് ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. ഇലാസ്റ്റിക് ഒരു സൈഡിൻ്റെ അത്രയും വിഡ്ത്തിൽ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പോട്ട്ലി ബട്ടൺ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് പാൻറ്റിൻ്റെ സൈഡ് എടുക്കുക. സൈഡിൽ നമ്മൾ അടി ഫോൾഡ് ചെയ്യുന്ന പോർഷൻസ് വിട്ടതിന് ശേഷം ഒന്ന് ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് എത്ര പോട്ട്ലി ബട്ടൺസ് ആണോ വെക്കുന്നത് അത്രയും ഒന്ന് വച്ച് നോക്കുക. വെച്ചതിന് ശേഷം ആ പോർഷനും കൂടെ ഒന്ന് മുകളിലത്തെ പോർഷനോടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇനി ഓരോ പോട്ട്ലി ബട്ടൺസും വെച്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു സൈഡ് ചെയ്തെടുത്തു. ഇനി ഇതേപോലെ തന്നെ അടുത്ത സൈഡും ചെയ്തെടുക്കുക. ചെയ്തെടുത്തതിന് ശേഷം സൈഡ്സ് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ബാക്ക് പോർഷൻ എടുത്തു. ബാക്ക് പോർഷൻ്റെ ഉൾവശത്തേക്ക് ബെൽറ്റ് വെച്ചു. ഇതേപോലെ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റ് ഫോൾഡ് ചെയ്ത് ഇലാസ്റ്റിക്കിന് മുകളിലേക്ക് വെച്ചു. അതിനുശേഷം ഫ്രണ്ട് പോർഷനും വെച്ചു സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയും പോർഷൻസ് ജോയിൻ ചെയ്തെടുക്കുക.
സൈഡ്സ് രണ്ടും ജോയിൻ ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇലാസ്റ്റിക് കൊള്ളാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം പാൻറ്റിൻ്റെ അടി ഇതേപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ആദ്യം ഒരു ചെറിയ ഫോൾഡും പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത അത്രയും പോർഷൻസും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തു രണ്ട് സൈഡും. അതിനുശേഷം ക്രോച്ചിൻ്റെ പോർഷനും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ക്രോച്ചിൻ്റെ പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആകും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.